എല്ലാവർക്കും കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കെമിസ്ട്രി മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രധാനമായും നമ്മുടെ ആൻസർ കീ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ എല്ലാം തന്നെ ക്ലിയർ ആണോ എന്നുള്ളത്, കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മെയിൻ എക്സാമിനേക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം എക്സാമിന് നല്ല മാർക്ക് കുറഞ്ഞാലും പേടിക്കാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ മെയിൻ എക്സാമിനേക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആൻസർ കീ മൊത്തമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളുടെ ഞാൻ ആൻസർ ഒരു സ്റ്റീൽ വീഡിയോ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ തന്നെ അത് പോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് വിലയിരുത്തുക. കൂടുതൽ പറയേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 11 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം പൂർണ്ണമായിട്ട് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യനിൽ ഞാൻ ബോർഡ് മേൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ എ എന്ന് പറയുന്ന ഒരു സിലിണ്ടർ, ബി എന്ന് പറയുന്ന ഒരു സിലിണ്ടർ ഉണ്ട്. എ എന്ന് പറയുന്ന സിലിണ്ടറിന്റെ വോളിയം 5 ലിറ്റർ ആണ്. ആ സമയത്ത് അതിന്റെ പ്രഷറും മർദ്ദം എന്ന് പറയുന്നത് 4 atm ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ ചോദിക്കുന്നുണ്ട്, ഇതേ വോളിയം ഈ പ്രഷറുമുള്ള ഈ എ എന്ന് പറയുന്ന സിലിണ്ടറിലുള്ള ഗ്യാസിനെ ബി എന്ന് പറയുന്ന ഒരു സിലിണ്ടറിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ആ മാറ്റുന്ന സമയത്ത് അതിനുണ്ടാവുന്ന വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻ സിലിണ്ടർ ബി? ഈ സിലിണ്ടർ ബിയുടെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ഗ്യാസ് പാർട്ടിക്കിൾസ് മൊത്തം എക്സ്പാൻഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 5 ലിറ്റർ ഉള്ളത് 10 ലിറ്റർ ഉള്ള സിലിണ്ടറിലേക്ക് ആക്കി മാറ്റിയാലും ആ 10 ലിറ്റർ ഉൾക്കൊള്ളുന്ന സ്ഥലത്തേക്ക് മൊത്തമായിട്ട് ആ ഗ്യാസ് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ബി എന്ന് പറയുന്ന ഈ സിലിണ്ടറിലുള്ള ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ദി പ്രഷർ ഇൻ സിലിണ്ടർ ബി ആണ്. ഈ സിലിണ്ടർ ബിയിലുള്ള ഗ്യാസിന്റെ പ്രഷർ എത്രയാണെന്നുള്ളത്. അപ്പൊ ഇത് ബോയിൽസ് നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ട് പി വി സികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി വി എന്ന് പറയുന്നത് എല്ലാ സമയത്തും കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള പി വി നോക്കുക, വോളിയം ഇൻറ്റു പ്രഷർ ആണ്. 5 × 4 എന്ന് പറയുന്നത് 20 ആയിരിക്കും. 5 × 4 20 ആണ്. ഇതേ പി വി തന്നെ ആയിരിക്കണം ഈ ഗ്യാസിനും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ 10 × ഡാഷ് ഈക്വൽ ടു 20 എന്ന് വരണം. അപ്പോൾ ഇതിന്റെ ഈ ബി എന്ന് പറയുന്ന സിലിണ്ടറിന്റെ പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും എന്ന് മനസ്സിലാക്കി നോക്കുക. അതേപോലെ തന്നെ ഇതേത് ഗ്യാസിലോ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഗ്യാസിലോ എന്ന് പറയുന്നത് ബോയിൽസിലോ ആണ്. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് ഇതിൽ വരുന്നത് എന്ന് മനസ്സിലാക്കി നോക്കുക. പി വി ഇസിക്കൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് 11ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓർഗാനിക് കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്. അതായത് ഇത് കണ്ടെയ്ൻ 4 കാർബൺ ആറ്റം ആണ്. 4 കാർബൺ ആറ്റം ആണ് ഈ കോമ്പൗണ്ടിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ കാർബൺ ആറ്റങ്ങൾക്കിടയിലും സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു അലിസൈക്ലിക് കോമ്പൗണ്ട് കൂടിയാണ്. അലിസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഷേപ്പിൽ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ഷേപ്പ്, അതേപോലെ റെക്ടാങ്കിൾ ഷേപ്പിൽ, അങ്ങനെ പെന്റഗൺ ഷേപ്പിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അലിസൈക്ലിക് എന്ന് പറയുന്നത്. 4 കാർബൺ ഉള്ള അലിസൈക്ലിക് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരയ്ക്കാൻ ഓർത്തുക്കണം. CH2 താഴോട്ടൊരു CH2 ഉണ്ട്, ഇവിടെയും ഒരു CH2. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നെയിം ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ നെയിം എന്ന് പറയുന്നത് 4 കാർബണാറ്റങ്ങൾ ആയതുകൊണ്ട് ഇത് ബ്യൂട്ടൈൻ ആണ് വരുന്നത്. ആ ബ്യൂട്ടൈൻ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് നമുക്കറിയാം ഒരു സൈക്ലിക് സ്ട്രക്ചർ ആണ്. അലിസൈക്ലിക് ആയതുകൊണ്ട് ഈ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത് സൈക്ലോ ബ്യൂട്ടൈൻ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി നോക്കുക. പിന്നെ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല ചോദിക്കുന്നുണ്ട്. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് C4 ആണ്. അതേപോലെ തന്നെ ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഈ അലിസൈക്ലിക് 4 കാർബണായിട്ടുള്ള അലിസൈക്ലിക് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ സി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇതിന്റെ സെയിം മോളിക്കുലാർ ഫോർമുലയിലുള്ള ആൽക്കീന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ സെയിം ആയിട്ട് വരുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് 2 സ്ട്രക്ചറിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് CH3 CH ഡബിൾ ബോണ്ട് CH3. ഇത് നമ്മൾ ഇതിൽ കൗണ്ട് ചെയ്ത് നോക്കിയാൽ 4 കാർബൺ ആറ്റവും 8 ഹൈഡ്രജൻ ആറ്റവും ആണ് വരുന്നത്. ഒന്ന് ഇതാണ്. രണ്ടാമതൊരു സ്ട്രക്ചറും കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് CH3 ഡബിൾ ബോണ്ട് CH2 CH3 ആണ്. ഈ കോമ്പൗണ്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഇതേ സെയിം മോളിക്കുലാർ ഫോർമുല തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം ഇതിൽ പറയുന്നുണ്ട്, അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് X ഈസ് 26.
എക്സ് എന്ന് പറയുന്ന ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 26 ആണെങ്കിൽ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും എന്നുള്ളത്. ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d6 ആണ് വരുന്നത്. ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് 26 ആണ് അറ്റോമിക് നമ്പർ ഇതിൽ നമുക്ക് വരുന്നത്. ഇനി അടുത്തതായി ചോദിക്കുന്നത് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് ഡി ബ്ലോക്കിൽ ആയതുകൊണ്ട് ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും എസിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതേപോലെ ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എനി പ്രോപ്പർട്ടി ഓഫ് എലമെന്റ് ബിലോങ്ങിങ് ടു ദ ബ്ലോക്ക് ഇൻ വിച്ച് എക്സ് ഈസ് ഇൻക്ലൂഡഡ്. ഈ എക്സ് ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്, ലാസ്റ്റ് ഇലക്ട്രോൺ വന്നതുകൊണ്ട് അതുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഏതെങ്കിലും പ്രത്യേകതകൾ എഴുതിയാൽ മതി. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഓൾ ആർ മെറ്റൽസ് എന്ന് പഠിക്കുന്നുണ്ട്, എല്ലാം ലോഹങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന എലമെന്റ് മെറ്റൽ കൂടിയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 14ാമത്തെ ചോദ്യമാണ്, ഇതിൽ ഫിഗർ ഇതിൽ തന്നിട്ടുണ്ട്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു കോപ്പർ ഇലക്ട്രോഡ് മുക്കി വെച്ചതാണ്. അപ്പൊ ഇങ്ങനെ മുക്കി വെച്ചിട്ട് ഇതിൽ കോപ്പർ ഈസ് ഹൈലി റിയാക്റ്റീവ് ദാൻ സിൽവർ ആണ്. സിൽവറിനേക്കാളും ക്രിയാശീലം കൂടുതലാണ് കോപ്പർ എന്ന് പറയുന്ന ലോഹത്തിന്. ഒന്നാമത്തെ ചോദ്യം പറയുന്നത് ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഹിയർ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ റിഡോക്സ് റിയാക്ഷൻ ആണ്, കാരണം ഇതിൽ എന്ത് നടക്കുന്നുണ്ട്? ഇവിടെ ഇത് റിയാക്ഷൻ പോസിബിൾ ആണ്, അതുകൊണ്ട് ഓക്സിഡേഷൻ റിയാക്ഷനും അതേപോലെ തന്നെ റിഡക്ഷൻ റിയാക്ഷനും ഇതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു റിഡോക്സ് രാസപ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അടുത്ത ചോദ്യമാണ് വാട്ട് ചേഞ്ച് ക്യാൻ ബി ഒബ്സർവ് ഓൺ ദി കോപ്പർ പ്ലേറ്റ്. കോപ്പർ പ്ലേറ്റിൽ നമുക്ക് എന്ത് ചേഞ്ച് ആണ് കാണാൻ പറ്റുന്നത് എന്നുള്ളത്. അതായത് ഇവിടെ റിയാക്ഷൻ പോസിബിൾ ആയതുകൊണ്ട് ആ റിയാക്ഷൻ നമുക്ക് എഴുതാം കോപ്പർ പ്ലസ് സിൽവർ നൈട്രേറ്റ് ആണ്. ഇപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇത് കുപ്രിക് നൈട്രേറ്റ് ആയി മാറുന്നുണ്ട്, CuNO3 ട്വൈസ് ആയി മാറുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലസ് 2Ag സിൽവർ ആണ് ഇവിടെ സ്വതന്ത്രമായി മാറുന്നത്. ഇതാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കോപ്പർ ഇലക്ട്രോഡിന്റെ മുകളിൽ എന്ത് ചെയ്യും? സിൽവർ എന്ന് പറയുന്ന ഇലക്ട്രോഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിൽവർ ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ കോപ്പർ ഇലക്ട്രോഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഇക്വേഷൻ ഓഫ് ദി ഓക്സിഡേഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഇതിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞതാണ്. അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? കോപ്പറിലായിരിക്കുമല്ലോ, കാരണം കോപ്പർ ഹൈലി റിയാക്റ്റീവ് ആണ്. റിയാക്റ്റീവ് ആയതുകൊണ്ട് കോപ്പറിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. Cu2++2 ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് അറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം ഓർഗാനിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. CH3COH ആണ്. അപ്പൊ CH3COH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് എന്നാണ് എ ക്വസ്റ്റ്യൻ പറയുന്നത്. അതാണ് ആസിഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. കാരണം COOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. ഇപ്പൊ ഇതൊരു ആസിഡ് ഗ്രൂപ്പാണ്. സെക്കൻഡ് പറയുന്നത് ഇതിന്റെ IUPAC നെയിമിംഗ് എന്താണ്? IUPAC നെയിമിംഗ് എഴുതുന്ന സമയത്ത് കാർബണിന്റെ എണ്ണം മാത്രം നമ്മൾ നോക്കിയാൽ മതി. 2 കാർബൺ ആണ്, അപ്പൊ എത്താണ് വരുന്നത്. പിന്നെ കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് ഓയിക് ആസിഡ് എന്ന പേരിലാണ്. അപ്പോൾ ഇതിന്റെ പേരാണെന്ത്? എത്തനോയിക് ആസിഡ് എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ഇതിന്റെ ഒരു യൂസ് ഏതാനാണ്? അപ്പൊ വിനാഗിരിയുടെ ഈ എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് മറ്റൊരു പേര് പറഞ്ഞാൽ സുർക്ക അഥവാ വിനാഗിരിയാണ്. അപ്പൊ വിനാഗിരിയുടെ ഒരു യൂസ് എന്ന് പറയുന്നത് ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. ഭക്ഷണം കേട് വരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആസിഡ് കൂടിയാണ് എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് 16ാമത്തെ ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ 2NO+O2 gives 2NO2. ഇവിടെ നടക്കുന്നത് ഇതൊരു റിവേഴ്സിബിൾ അഥവാ ഉഭയദിശ രാസപ്രവർത്തനമാണ്. അപ്പൊ ഇതിൽ ചോദ്യം ചോദിക്കുന്നത് ഇതിൽ ഫോർവേഡ് റിയാക്ഷൻ ഏതാണെന്നുള്ളത്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയി മാറുന്നതാണ്. അപ്പൊ ഇതിൽ റിയാക്ടൻസ് ഇതാണ് പ്രൊഡക്റ്റ്. അപ്പൊ ഇവിടുന്ന് വലത്തോട്ട് പോകുന്നത്, അതായത് 2NO+O2 gives 2NO2+ ഹീറ്റ് എന്ന് പറയുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. തിരിച്ച് ഇങ്ങോട്ടുള്ളത്, അതായത് 2NO2 ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് 2NO+O2 ആയി മാറുന്നതാണ് എന്ത്? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതിൽ താഴെ തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തതാണ് മോർ ഓക്സിജൻ ഈസ് ആഡഡ്. ഓക്സിജൻ ഇതിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനിൽ എന്ത് ചേഞ്ച് വരും? അപ്പൊ ഇതിൽ ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെ റിയാക്ടന്റിന്റെ സൈഡിലാണ്,
റിയാക്ടന്റിന്റെ സൈഡിൽ ഏതെണ്ണത്തിന്റെയും നിങ്ങൾ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗാഢത കൂട്ടിക്കഴിഞ്ഞാൽ പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡാണ് വർദ്ധിക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓക്സിജൻ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് മനസ്സിലാക്കി നോക്കുക കേട്ടോ. ഇനി അടുത്ത് അതേപോലെ തന്നെ ഇതിൽ മോർ NOEs ആഡ് നൈട്രിക് ഓക്സൈഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഫോർവേഡ് റിയാക്ഷൻ തന്നെയാണ് കൊടുക്കുക. കാരണം ഇത് അഭികാരകങ്ങൾ, അതായത് റിയാക്ടന്റിന്റെ സൈഡിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നോക്കണം കേട്ടോ. അടുത്തത് ഇൻക്രീസിങ് പ്രഷർ ആണ്. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ ലേശാല പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയുന്നത് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിൽ തന്നെ പ്രഷർ കുറയുന്നത് നോക്കുക. ഇവിടെ റിയാക്ടന്റിന്റെ സൈഡിൽ 2+1 3 മോളിക്യൂൾസ് വരുന്നുണ്ട്. ഇനി ഇവിടെ പ്രൊഡക്റ്റിന്റെ സൈഡിൽ 2 മോളിക്യൂൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്യാണ് ഫോർവേഡ് റിയാക്ഷനിൽ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോളിയം കുറയും. വോളിയം കുറയുന്നതിന്റെ കൂടെ എന്തും കുറയുന്നുണ്ട്? പ്രഷർ കുറയുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റത്തിൽ തന്നെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രഷർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രഷർ കൂട്ടിയാലും പ്രഷർ കുറയ്ക്കണമല്ലോ. ഇപ്പൊ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നോക്കുക. പിന്നെ ഇതിൽ മൂന്നാമതൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയത്തിൽ പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അതിൽ നമ്മളൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കാറ്റലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും സ്പീഡ് ഒരേ രീതിയിലാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ ഏതെങ്കിലും ഒന്നിന്റെ, അതായത് ഫോർവേഡ് മാത്രം കൂട്ടുക ബാക്ക്വേർഡ് മാത്രം കൂട്ടുക എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും വരില്ല. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഉൽപ്രേരകം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് പ്രവർത്തന വേഗതയും എന്ത് ചെയ്യും? വർദ്ധിക്കുമെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. രണ്ട് കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്, A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും. രണ്ടും ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C3H8O ആണ് വരുന്നത്. ഇപ്പൊ C3H8O വരുന്ന രണ്ട് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് തന്നിട്ടില്ല, നമ്മൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ A ക്വസ്റ്റ്യൻ നോക്കുക. ഇതിന്റെ A എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ കോമ്പൗണ്ട് ഏതാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം, C3 വരാനും പാടുള്ളൂ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് CH3 CH2 CH2OH ആണ്. അപ്പൊ ഇത് നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ C3H8O എന്ന് പറയുന്ന തന്മാത്ര വയ്ക്ക് മോളിക്കുലാർ ഫോർമുല മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് എഴുതാൻ. അടുത്തൊരു B ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് B? അങ്ങനെയാണെങ്കിൽ ബിൻ്റെത് എങ്ങനെയായിരിക്കും? രണ്ട് കോമ്പൗണ്ട് എന്തായാലും സെയിം ആയിട്ട് വരില്ലല്ലോ. അപ്പൊ B എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ നോക്കണം. ഇതിൽ പറയുന്നുണ്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞത് കൊണ്ട് ഇവിടെ നമ്മൾ B എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതിന്റെ ഫങ്ഷണൽ, അതായത് പൊസിഷൻ മാറ്റിയിട്ട് എഴുതിയാൽ മതിയാകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമുള്ളത് തന്നെ തരും. OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിന്റെ മറ്റൊരു ഐസോമർ പെയറാണെന്ത്? O ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ കോമ്പൗണ്ട് സ്ട്രക്ചർ നമ്മൾ എഴുതുന്ന സമയത്ത് CH3O CH2 CH3 ആയിരിക്കും. ഈ കോമ്പൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല C3H8O തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ IUPAC നെയിം ഓഫ് B ആണ്. ഇതിന്റെ IUPAC നെയിമിങ്, ഇത് ആൽക്കോക്സി ഗ്രൂപ്പ് ആയതുകൊണ്ട് ചെറിയ ചെയിന്റെ കൂടെയാണ് നമ്മൾ മീതോക്സി ചേർക്കേണ്ടത്. അപ്പൊ ഇത് മീതോക്സി ഈഥൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കട്ടോ. ലാസ്റ്റ് പറയുന്നത്, റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് A എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ പൊസിഷൻ ഐസോമർ എഴുതാനാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഐസോമർ എഴുതുമ്പോൾ ഇത് OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാർബണിലാണ്. അപ്പൊ ഇതിന്റെ പൊസിഷൻ സ്ഥാനത്തിൽ വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ കാർബണിലേക്ക് കൊടുത്താൽ മതി. അതായത് CH3 CH ആണ്. ഇതിൽ നമ്മളൊരു OH ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കുക, ലാസ്റ്റ് CH3 എഴുതാം. അപ്പൊ ഇതിന്റെ നേരെ ഫങ്ഷണൽ പൊസിഷൻ ഐസോമർ ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ABC എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഏത് തരത്തിൽ ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊരു 18ാമത്തെ ചോദ്യമാണ്. അപ്പൊ അലൂമിനിയവുമായി ബന്ധപ്പെട്ടതാണ്. അലൂമിനിയം ഈസ് വൈഡ്ലി യൂസ്ഡ് മെറ്റൽ ഇൻ ഡെയിലി ലൈഫ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന മെറ്റലാണ് അലൂമിനിയം. അപ്പൊ അലൂമിനിയത്തിന്റെ ഓർ ഏതാണ്? അപ്പൊ 18ൽ A ആണ്. അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അതായത് Al2O3 2H2 ആണ്. ഇതാണ് വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അലൂമിനിയം വേർതിരിക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അലൂമിനിയത്തിന്റെ അയിര് അഥവാ ഓർ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് പറയുന്നത്, ഇതിൽ ഏത് അലൂമിനിയത്തിന്റെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? അതിന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, അതാണ് ലീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലീച്ചിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്
അലൂമിനിയയിൽ നിന്ന് അലൂമിനിയം നമ്മൾ വേർതിരിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ നമ്മൾ ഈ ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? അതായത് അലൂമിനിയം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് മെറ്റൽ കൂടിയാണ്. അപ്പോൾ ഈ സോഫ്റ്റ് മെറ്റലുകളെ വേർതിരിക്കാൻ വേണ്ടി ഒരേ ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കുന്നുള്ളൂ, അതാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സീൻ്റെ ആൻസർ ഇലക്ട്രിസിറ്റി ആണെന്ന് മനസ്സിലാക്കി നോക്കുക കേട്ടോ. ഇനി ഡി ക്വസ്റ്റ്യൻ ആണ്. ഡി എന്ന് പറയുന്നത് ഇതിൽ അലൂമിനിയം വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് അതിൽ ക്രയോലൈറ്റ് ചേർക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ക്രയോലൈറ്റ് ചേർത്തിട്ടില്ലെങ്കിൽ അലൂമിനിയത്തിലൂടെ എന്ത് കടന്നു പോവില്ല? വൈദ്യുതി പെട്ടെന്ന് കടന്നു പോവുകയില്ല. അലൂമിനിയം ഉരുകിയിട്ട് വേർതിരിക്കാനും പ്രയാസമാണ്. അപ്പോൾ ഈ ക്രയോലൈറ്റ് ചേർക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് റെഡ്യൂസ് ദി മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം, അലൂമിനിയന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇൻക്രീസ് ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചേർക്കുന്നത്? ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ 19ാമത്തെ ചോദ്യമാണ്. ഇവിടെയും രണ്ട് എലമെന്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകതകളാണ് ശ്രദ്ധിക്കേണ്ടത്. എ എന്ന് പറയുന്നതിന് 3 ഷെല്ലുകളുണ്ട്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നതിനും 3 ഷെല്ലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി നോക്കുക. പിന്നെ പറയുന്നുണ്ട് എ ബിലോങ്സ് ടു ഗ്രൂപ്പ് 2. എ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിലാണ്, ബി എന്ന് പറയുന്നത് 16ാമത്തെ ഗ്രൂപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എഴുതാൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് എ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? കൺഫ്യൂഷൻ ആവും. ഇതിൽ പറയുന്നുണ്ട് ആകെ 3 ഷെല്ലുകളേ ഉള്ളൂ. 3 ഷെല്ല് എന്നാ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ എന്തായാലും 1s2, 2s2, 2p6, ഈ 3s 3p എന്തായാലും എന്തെങ്കിലും ഉണ്ട് നമുക്കറിയാം. ഇപ്പൊ എത്രയില്ല 3s 3p ഉണ്ടോ എന്നുള്ളത് ആയിട്ടില്ല. 3s എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാവും, കാരണം 3 ഷെല്ല് ഉണ്ട് എന്നുള്ളത് കാര്യം ഉറപ്പാണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് സെക്കൻഡ് ഗ്രൂപ്പിലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റും സെക്കൻഡും ഗ്രൂപ്പ് വരുന്നത് എസ് ബ്ലോക്ക് ആണല്ലോ. അതുകൊണ്ട് ഇതിന്റെ 3s അവസാനിക്കുന്നതാണ്. 3s എത്ര ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 2ാം ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് 3s 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിൽ സെക്കൻഡ് പറയുന്നുണ്ട് വാട്ട് ഇസ് ദ വാലൻസി ഓഫ് എലമെന്റ് ബി. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന എലമെന്റിന്റെ വാലൻസി എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ വാലൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ബി എന്ന് പറയുന്നതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാലോ. ഇതിൽ 3 ഷെല്ലുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1s2, 2s2, 2p6 വരുന്നുണ്ട്. 3s 3p എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 16ാമത്തെ ഗ്രൂപ്പാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 16ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി എന്ന് പറയുന്ന സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് 3p എന്തായാലും 4 ഉണ്ടായിരിക്കും. അപ്പൊ ഈ 4ന്റെ കൂടെ നമ്മൾ 12 കൂട്ടിയാൽ നമുക്കറിയാം ഇത് എത്രാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും? 16ാമത്തെ ഗ്രൂപ്പിലാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി പറയാം 16ാമത്തെ ഗ്രൂപ്പ് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചതും കൂടിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രൂപ്പ് കിട്ടുന്നത്. അപ്പൊ ഇത് ചോദിച്ച ചോദ്യമാണ് ഇതിന്റെ വാലൻസി എത്രയാണ്. അപ്പൊ വാലൻസി അറിയണമെങ്കിൽ 3ാമത്തെ ഷെല്ലിൽ മൊത്തം 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 286 ആണ് വരുന്നത് അല്ലെ. ഇവിടെ 2 ഇതിൽ 2ാം ഷെല്ലിൽ 8, 3ൽ 6 വരുന്നുണ്ട്. അപ്പൊ ഇത് ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവാൻ 2 കൂടി ആവശ്യമുള്ളൂ. അതുകൊണ്ട് ബി എന്ന് പറയുന്ന എലമെന്റിന്റെ വാലൻസി സംയോജകത എന്ന് പറയുന്നത് 2 ആയിരിക്കും എന്ന് ഓർത്തുക. അടുത്തത് എയും ബിയും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുലയാണ്. എയും ബിയും കൂടി ചേർന്നാൽ ഉണ്ടാവുന്നത് എ എന്ന് പറയുന്നതിന്റെ വാലൻസി 2 ആണ്. കാരണം അത് സെക്കൻഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് വാലൻസി ഏത് സമയത്തും 2 ആയിരിക്കും. അതേപോലെ തന്നെ 16ാമത്തെ ഗ്രൂപ്പിലുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതും എത്രയാണ്? വാലൻസി 2 ആണ് വരുന്നത്. അപ്പൊ രണ്ടും വാലൻസി 2 ആയതുകൊണ്ട് എ ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കട്ടോ. 20ാമത്തെ ചോദ്യമാണ്. അതാണ് ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിൽ 2 മെറ്റൽ തന്നിട്ടുണ്ട്, മഗ്നീഷ്യവും കോപ്പറുമാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ബാക്കി ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. വാട്ട് ഇസ് എനർജി ചെയിൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവാനിക് സെൽ? ഒരു ഗാൽവാനിക് സെല്ലിൽ ഉണ്ടാവുന്ന എനർജി ചേഞ്ച്, ഊർജ്ജമാറ്റം എന്താണ് അറിഞ്ഞിരിക്കുക. കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജിയാണ്. അതായത് രാസോർജം വൈദ്യുതോർജമായി മാറുന്ന സെല്ലുകളാണ് എന്ത്? ഗാൽവാനിക് സെല്ല് എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് ഈസ് ദ ആനോഡ് ഓഫ് ദി ഗിവൺ ഗാൽവാനിക് സെൽ? ഇതിലുള്ള ആനോഡ് ഏതാണ്? അപ്പൊ നമ്മൾ നോക്കേണ്ടത് മഗ്നീഷ്യവും കോപ്പറും ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ട് മഗ്നീഷ്യം ഈസ് ഹൈലി റിയാക്ട് ദാൻ കോപ്പർ ആണ്. അതുകൊണ്ട് ഹയർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കും എപ്പോഴും എന്ത് എന്ന് പറയുന്നത്? ആനോഡ് എന്ന് പറയുന്നത്. അതായത് ആനോഡായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ആരാണ്?
മെഗ്നീഷ്യമാണ്, കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത് കോപ്പറാണ് എന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ ഇതിന്റെ സി ക്വസ്റ്റ്യൻ ആണെന്ത്, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ കാഥോഡ് കോപ്പർ ആണെന്ന് നമുക്കറിയാം. ഈ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? നിരോക്സീകരണം അഥവാ റിഡക്ഷൻ ആണ്. നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാണ്, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണ്, Cu2++2 ഇലക്ട്രോൺ ഗീവ്സ് Cu0 ആണ്. ഇതാണ് നിരോക്സീകരണ പ്രവർത്തനം അതായത് റിഡക്ഷൻ റിയാക്ഷൻ എന്ന്, അതായത് കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആനോഡിലാണ് ഇത് നടക്കുന്നതെങ്കിൽ മെഗ്നീഷ്യം ആയിരിക്കുമല്ലോ. അപ്പൊ ആനോഡിൽ നടക്കുന്നത് മെഗ്നീഷ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ മെഗ്നീഷ്യം 0 എന്നുള്ളത് Mg2++2 ഇലക്ട്രോൺ ആയിരിക്കും. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി ഗാൽവാനിക് സെൽ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദി മെറ്റൽ MgZnCu. അതായത് മെഗ്നീഷ്യം, സിങ്ക്, കോപ്പർ ഇത് മൂന്നും ഉപയോഗിച്ച് എത്ര ഗാൽവാനിക് സെൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്, ഇത് അതിനേക്കാളും കുറവാണ്, ഇത് അതിനേക്കാളും വളരെ കുറവാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് മെഗ്നീഷ്യവും സിങ്കും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ മെഗ്നീഷ്യവും കോപ്പറും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ സിങ്കും കോപ്പറും ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് 3 ഗാൽവാനിക് സെല്ല് ഇതിലൂടെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എക്സാമിനുള്ളത്. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ എല്ലാവരും നല്ലപോലെ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് കരുതുകയാണ്. അപ്പൊ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നല്ലപോലെ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.